കാട്ടിലെ കടയിലെ ഊണ് കഴിച്ചിട്ടുണ്ടോ? നമ്മുടെ തിരുവനന്തപുരത്താണ് ഈ കാട്ടിലെ കട. കാട്ടിലോട്ട് പോണം. കാട്, കറുത്ത കാട്. അവിടെ ഒന്നും പോണ്ട, കുറച്ച് കാടിൻ്റെ അകത്തൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ കട കിട്ടും. എവിടെയെന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ഈ കട. തിരുവനന്തപുരം പാലോട് പൊന്മുടി റൂട്ടിലാണ് നമ്മുടെ കാട്ടിലെ കട. വളരെ രസകരമായ കാഴ്ചകൾ കണ്ട് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്കൊരു ട്രിപ്പ് പോകണമെങ്കിൽ ഒന്നും ആലോചിക്കണ്ട, നേരെ കാട്ടിലെ കടയിൽ പോയി ഫുഡ് കഴിച്ച് പൊന്മുടിയൊക്കെ ഒന്ന് കറങ്ങി വന്നോളൂ. പൊന്മുടി പോകുന്ന വഴിക്കാണ് ഈ കട. ഈ കടയെക്കുറിച്ച് എന്നോട് പറഞ്ഞത് എൻ്റെ 2 ചങ്ക് സുഹൃത്തുക്കളാണ്, സെനഫർ ഇക്കയും പിന്നെ നമ്മുടെ മുനീറും. പറണ്ടോട് കഴിഞ്ഞ് പേപ്പാറ ഡാം പൊന്മുടി പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ കാട്ടിലെ കട. കാടിന് സമാന്തരമായ അന്തരീക്ഷത്തിന്റെ നടുക്ക് ആണ് കട. അതുകൊണ്ട് തന്നെയാണ് കാട്ടിലെ കട എന്ന് പേര് വരാനും കാരണം. ഫോറസ്റ്റ് റേഞ്ചാണ്, കേരള ഫോറസ്റ്റ് ആര്യനാട് കഴിഞ്ഞ് ഉടനെ കാട്ടിലെ കട. ലൊക്കേഷൻ നമ്മൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചാലൊന്നും കിട്ടത്തില്ല. ഞാൻ അവിടുത്തെ നമ്പർ കൊടുത്തേക്കാം, അതിൽ വിളിച്ച് കൃത്യമായി പോവുക. അതാണ് ഏക വഴി. വിതുര പട്ടൻ കുളിച്ച പാറ, ഏതോ ഒരു പട്ടൻ പണ്ട് കുളിച്ച സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ആ പേരിട്ടിരിക്കണേന്നും എനിക്ക് തോന്നുന്നു. ആ സ്ഥലത്താണ് ഈ കട. ഊണിന് 60 രൂപയുള്ളൂ. ചിക്കൻ തോരൻ 150 രൂപയാണ്. നാടൻ ചിക്കൻ തോരനാണ്. പോത്ത് കറി 120 മീനൊക്കെ 20 രൂപയൊക്കെ ഉള്ളൂ. ഫിഷ് കറി, ഫിഷ് ഫ്രൈ 30 രൂപയുള്ളൂ. എവിടെ കിട്ടും? കേരളത്തിൽ തന്നെ. എല്ലാവരും സന്തോഷമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലം, സോഷ്യലിസം വിളങ്ങുന്ന സ്ഥലം. സോഷ്യലിസം, ജനാധിപത്യം, അതാണല്ലോ നമ്മുടെ ഒരു മുദ്രാവാക്യം. അല്ലെങ്കിലും ഭക്ഷണത്തിന് എന്തിനും ജാതിയും മതവും, ആൾക്കാരത് ഹലാലും നോൺ ഹലാലും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല. ഭക്ഷണത്തിന് ജാതിയില്ല, മതമില്ല. നല്ല ഭക്ഷണം അത് ഏതായാലും, ഹലാലായാലും നോൺ ഹലാലായാലും ആരായാലും എങ്ങനെയായാലും നമ്മൾ പോയി കഴിക്കും. ഭക്ഷണത്തിന് ജാതിയില്ല, മതമില്ല, നിറമില്ല, ഒന്നുമില്ല. നല്ല രുചി മാത്രമാണ് വേണ്ടത്. വീണ്ടും തലൈവർ തലൈ, അത് പറഞ്ഞ മീൻ തലയും വന്നു. മീൻ തലയുണ്ട്, മീൻ തല പൊരിച്ചതിന്റെ സ്പെഷ്യൽ പീസസ് ഉണ്ട്, കത്തിക്കാരയുണ്ട്, ചൂര പൊരിച്ചതുണ്ട്. നല്ല ക്രിസ്പി ഫ്രൈ ആണ്. കണ്ട, ഒരൊന്നൊന്നര ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല വറ്റൽ പോലെ ഇരിക്കും. അതിന്റെ കൂടെ നല്ല വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂപ്പിച്ചിട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാണ്, കൂവയിലയിലെ ഊണാണ്. കൂവയിലയിലെ ഊണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കൂവയിലെ ഊണ് ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. ഇത് ചേമ്പ് തട തോരനാണ്. അവിടെ വീട്ടുകാർ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ്. ഇതൊരു ഹോട്ടലല്ല. പിന്നെ ഇത് അജു കെ മധു, അവിടുത്തെ ഒരു സാമൂഹിക പ്രവർത്തകനാണ്, നമ്മുടെ ഒരു സുഹൃത്താണ്, ഒരു പത്രത്തിന്റെ പ്രാദേശിക ലേഖൻ കൂടിയാണ്. ഒഴിവു സമയങ്ങളിൽ ഇവിടെ വന്ന് സഹായിക്കും നമ്മുടെ അജു കെ മധു. ഒരു ജനസഹായി കൂടിയാണ് പുള്ളി. നല്ല ചൂര ഫ്രൈ, നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈഡ്, ആവശ്യമില്ലാത്ത ഓയിലൊന്നും കാണുന്നില്ല. നല്ല ക്രിസ്പി ഫ്രൈഡാണ്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. ശേഷം നല്ല മഷി പോലെ വെന്ത കപ്പ വന്നു. കപ്പയെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ കളറ്, നമ്മുടെ കാട്ടിലുണ്ടാവണ മഞ്ഞളെ നല്ല നാടൻ മഞ്ഞളിട്ട് ഇളക്കിയ കപ്പ, നാടൻ കപ്പ. കൂടെ നമ്മുടെ തൈര്, ഉള്ളി, ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ട് ഒരു കറി, കിച്ചടി എന്ന് പറയും. പിന്നെ ചോറും അവർ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്ന അരിയാണ്. ചമ്പാവരിയൊന്നുമല്ല, ഒരു വെളുത്ത അരി. അവൈലബിലിറ്റി ഇൻ ദ മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന അരി ആയിരിക്കാം. പക്ഷെ സംഭവം ടേസ്റ്റി സാധനമാണ്. ദേണ്ട വരുന്നു കള്ള്. അവിടെ വരുമ്പം നല്ല നാടൻ കള്ള് ചോദിക്കാൻ മറക്കണ്ട. നല്ല കള്ളും ഊണും, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കള്ളിന് ഒരു ചെറിയ സസ്പെൻസ് ഉണ്ട്. അത് അവിടെ ചെന്ന് ചേച്ചിയോട് കള്ള് ചോദിക്കുമ്പോൾ ചേച്ചി പറഞ്ഞുതരും. ഞാൻ പറയുന്നത് ശരിയല്ല, അതല്ല അതിൻ്റെ ഒരു കീഴ്വഴക്കം. അപ്പോഴത്തേക്ക് നല്ല ചൂട് മത്തി വറുത്തത് കിട്ടി. മത്തി നല്ല വറ്റൽ പോലെ വറുത്ത് മൂപ്പിച്ച് വെച്ച മത്തി വറുത്തത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ക്രിസ്പി മത്തി വറുത്തത്. ആഹാ, ആ ഊണ് കാണാൻ തന്നെ എന്തൊരു നാടൻ രീതി. കപ്പ, പുളിശ്ശേരി, ചോറ്, മീൻകറി, മീൻ പൊരിച്ചത്, കള്ള്, എൻ്റെ പള്ളി. പിന്നെ ഇനി എന്തിനാണ് വെയിറ്റ് ചെയ്യണത്? നമ്മളിതെല്ലാം കൂടെ കുഴച്ച് കഴിക്കുകയല്ലേ. പിന്നെ അത് നാടൻ കോഴി തോരനും ഉണ്ട്. നാടൻ കോഴി തോരൻ എന്ന് പറഞ്ഞാൽ 1.5 തോരനാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ കിട്ടുന്ന ഏറ്റവും അടിപൊളി നാടൻ കോഴി തോരൻ ഇവിടെയാണെന്ന് പറയാൻ എനിക്ക് മടിയില്ല. കാരണം നല്ല ഉടങ്കൊല്ലി മുളകിട്ട് മൂപ്പിച്ചെടുത്ത നാടൻ കോഴി തോരൻ, പൊളി സാധനം. പുളിശ്ശേരിയൊക്കെ ഒരു 1.5 പുളിശ്ശേരി. വരുന്നു അടുത്തത് ചേമ്പ് തടക്കറി. അടിപൊളി അടാർ ഐറ്റമാണ്. ചേമ്പിന്റെ തടയല്ലേ? ആ സ്നേഹത്തോടുള്ള ചോദ്യം കേട്ടില്ലേ എല്ലാരോടും, ചോറ് വേണോ ചോറ് വേണോന്ന്.
നമ്മൾ പോയി കഴിക്കുന്ന പല ഹോട്ടൽസിലും ചോറ് കുറച്ച് വിളമ്പാനേ ശ്രമിക്കാറുള്ളൂ, കറികൾ രണ്ടാമത് വിളമ്പാൻ ശ്രമിക്കാറുമില്ല. അപ്പോൾ ഇമാതിരിയുള്ള ഒരു കടയിൽ നല്ല രുചികരമായ ഭക്ഷണം ഇത്രയും വിലക്കുറവിൽ ഇത്രയും രുചികരമായിട്ട് കിട്ടിയാൽ സ്വർഗം മാമാ, സ്വർഗം. പിന്നെ നല്ല ചുട്ട പപ്പടം വരും. ചുട്ട പപ്പടം ഒന്നും എണ്ണയൊന്നും ഇല്ലാതെ അടുപ്പിലിട്ട് ചുട്ടെടുത്ത പപ്പടം. പിന്നെ അതാ സെക്കൻഡ് കറികൾ ലാവിഷായിട്ട്. നമ്മുടെ അമ്മ നമുക്ക് വീട്ടിൽ ഇത്രയും സ്നേഹത്തോടെ വിളമ്പി തരുമായിരിക്കും. അത് കഴിഞ്ഞ് മറ്റാരും ഇമാതിരി സ്നേഹത്തോട് വിളമ്പി തന്ന് കണ്ടിട്ടില്ല. മീനിൻ്റെ കരളാണ്. സ്വന്തം മകന് കൊടുക്കാൻ വച്ചിരുന്ന കരൾ പോലും എടുത്ത് എനിക്ക് തന്നു. പിന്നെ കൂനിപ്പൊടി ചമ്മന്തി, കൊഞ്ചുപ്പൊടി ചമ്മന്തി, അതും വീട്ടിലേക്ക് ഉണ്ടാക്കിയതാണ്, അതും തന്നു. വയറും മനസ്സും നിറച്ചു. പിന്നെ എല്ലാ ആഴ്ചയും വരുന്നിട്ട് കഴിക്കുന്നില്ല. ആത്മാവ് നിർവൃതി അറിഞ്ഞിട്ടേ കിട്ടും. പിന്നെ പറയാനുണ്ടായി. കൂവേല ഞങ്ങള് ഏതാണ്ട് 7 വർഷമായി കട തുടങ്ങിയിട്ട് കാലം പോലെ ഇതുവരെയും കൂവേല മുടങ്ങാതെ കൊടുക്കുക തന്നെയാണ്. ഒരുപാട് ഔഷധ ഗുണമുണ്ട്. ഔഷധ ഗുണമുണ്ട്. ഞങ്ങൾ 2 ആൾക്കാരാണ് തന്നുകൊണ്ടിരുന്നത്. അവര് പ്രായപരിധിയായി ആനശല്യമായതുകൊണ്ട് അവര് കൂവേല എടുക്കാൻ പോകുന്നില്ല. ഞങ്ങൾ തന്നെ പോയി എടുക്കും. കൊളസ്ട്രോള് ഇതൊക്കെ മാറാൻ നല്ല സാധ്യതയുള്ളതാണെന്ന് ഇവിടെ വരുന്ന ആളുകളാണ് ഇതിനെ പറയണത്. ഊണ് കഴിച്ച് മനസ്സും വയറും ഒക്കെ നിറഞ്ഞു. സ്നേഹത്തോടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് സങ്കടകരമായ ഒരു വാർത്ത ഞങ്ങൾ അറിഞ്ഞത്. സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീമിലാണോ അതോ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് മറ്റേ അതായത് പ്രത്യേക ലൈഫിൽ ഉൾപ്പെടുത്തിയില്ല. ലൈഫിൽ ഇത് പ്രത്യേക പരിഗണനയിൽ മോക്ക് കിട്ടിയത് കരോട്ടയിൽ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് കൊടുത്തതാണ്. അത് അജു ഇങ്ങനെ പോയി മിനിസ്റ്ററൊക്കെ കാണാൻ വേണ്ടി അജു നടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട അജു. ആദ്യം ഇതുപോലെ ഒരു ഇത് കൊടുത്തിട്ട് പിന്നെ 50 ദിവസത്തിനകത്ത് കിട്ടുമെന്ന് പറഞ്ഞ് കിട്ടിയില്ല. വീണ്ടും ഇതുപോലെ എടുത്ത് വീണ്ടും കൊടുത്തപ്പോഴത്തേക്കാണ് വീണ്ടും വിളിച്ച് ഞങ്ങൾക്ക് തന്നത്. വീട് ഇപ്പൊ നമ്മൾ കണ്ടാ അറിയാൻ പറ്റും, പണി പോലും പൂർത്തിയായിട്ടില്ല, പാതി വഴിയിലാണ്. അപ്പോഴ് ഇനിയും ഇത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിൽ മാത്രമേ ഇനി അവർക്ക് ഈ വീട് പൂർത്തീകരിച്ച് താമസിക്കാൻ പറ്റുള്ളൂ. നമുക്ക് പുറകെ കാണാൻ പറ്റും ഈ കൊച്ചു മിടുക്കിയുടെ ഇഷ്ടം പോലെ ട്രോഫികളും സർട്ടിഫിക്കറ്റും ഉണ്ട്. പക്ഷെ അത് വെക്കാൻ പോലും ഒരു സ്ഥലമില്ല. അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് അധികാരികളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ഒരു സജ്ജീകരണം ഉണ്ടാക്കണം. ഈ കരാട്ടയൊക്കെ സ്വന്തം ഇഷ്ടത്തിന് പഠിച്ചാണോ? സ്വന്തം ഇഷ്ടത്തിന് പഠിച്ചു. എന്ത് ആവാനാണ് ഭാവിയിൽ ആഗ്രഹം? IPS ഓഫീസർ ആവാനാണ് ആഗ്രഹം. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ, അപ്പം അഡ്വാൻസ് സല്യൂട്ട്. ഓക്കെ, ആവട്ടെ. ഈ കൂട്ടത്തിലെ കൊമ്പനെ കൊണ്ടുകരക്കിലേ സ്നേഹം കൊണ്ടുവരക്കിലേ